ക്ഷീരകർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ധൂർത്തടിക്കാനാണ് ക്ഷീരകർഷക സംഗമങ്ങൾ നടത്തുന്നതെന്ന് UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴിയുടെ ആരോപണം. ഇത്തരം പരിപാടികൾ ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും ജോയ് വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പശു വളർത്തലുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെയും ക്ഷീരോത്സവം എന്നുള്ള പരിപാടി നടത്തി കോടിക്കണക്കിന് പൈസ ധൂർത്തടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതുകൊണ്ട് ക്ഷീരകർഷകർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീരകർഷകന് 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വർഷവും 2 കോടി രൂപ മുടക്കിയാണ് ക്ഷീരോത്സവം നടത്തുന്നത്. കഴിഞ്ഞ വർഷം തൃശൂരിൽ ക്ഷീരോത്സവം നടത്തിയപ്പോൾ അവിടെ 2 കോടി രൂപ ചെലവായി. ഇപ്പോൾ അണക്കരയിൽ നടക്കുമ്പോൾ അവിടെയും ആ ചെലവ് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ക്ഷീരോത്സവത്തിന് 2 കോടി രൂപ ചെലവായപ്പോൾ അതിൽ 40 ലക്ഷം രൂപ മാത്രമാണ് ഗവൺമെന്റ് നൽകിയത്. ബാക്കി 1,60,00,000 രൂപയും ക്ഷീരകർഷകർ, സംഘങ്ങൾ, കാലിത്തീറ്റ കമ്പനിക്കാർ അവരിൽ നിന്നുമെല്ലാം പിരിവെടുത്തതാണ്. ഈ 1,60,00,000 രൂപ പിരിവെടുത്തപ്പോൾ ആത്യന്തികമായി അതിന്റെ എല്ലാം ഭാരം ചെന്ന് വീഴുന്നത് എന്ന് പറയുന്നത് ക്ഷീരകർഷകന്റെ മേലാണ്. അപ്പോൾ ക്ഷീരകർഷകന്റെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിച്ച് 1,60,00,000 രൂപ അവന്റെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുമ്പോഴാണ് 1 ലക്ഷം രൂപയുടെ ഒരു കാഷ് അവാർഡ് ഒരു കർഷകന് കൊടുക്കുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ഇത്രമാത്രം ഒരു ധൂർത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ഒന്നും പേരിൽ നമ്മുടെ നാട്ടിൽ പശു അല്ലെങ്കിൽ പാലിന്റെ അളവ് വർദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും കാലം ഈ ക്ഷീരോത്സവം നടത്തിയതിന്റെ പേരിൽ പാലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തുവിടുവാൻ ക്ഷീരവികസന വകുപ്പ് തയ്യാറാവണം. അതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ആഘോഷങ്ങളല്ല ആവശ്യം. നമുക്ക് അറിയാം, പാലിന്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ച് നമുക്ക് കർഷകനെ സഹായിക്കാൻ പറ്റത്തില്ല. കാരണം അത് പാലിന്റെ ഉപഭോഗത്തെ ബാധിക്കും, ഉപഭോക്താക്കളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ക്ഷീരകർഷകനെ സഹായിക്കാൻ കഴിയണമെങ്കിൽ അവർക്ക് പരോക്ഷമായ നിലയിൽ നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അവനെ സഹായിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് കൊടുക്കാൻ കഴിയുന്നത് ഒന്ന്, ഈ പശുക്കളെ എല്ലാത്തിനെയും പൂർണ്ണമായും ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇൻഷുറൻസിന് ചെലവാകുന്ന തുകയിൽ 60% തുക ഗവൺമെന്റ് കൃഷിക്കാരന് നൽകണം. അവനിൽ നിന്ന് 40% പൈസ വാങ്ങിച്ച് ഈ പശുക്കളെ ഇൻഷുർ ചെയ്യാൻ കഴിയണം. പല കൃഷിക്കാരും ഇൻഷുർ ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് പണമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പണമില്ലാത്തത് കൊണ്ട് പശുക്കളെ ഇൻഷുർ ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുറൻസ് ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് 60% ഇൻഷുറൻസ് തുകയുടെ 60% ഗവൺമെന്റ് അവർക്ക് സബ്സിഡിയായി കൊടുക്കാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നഗരസഭകളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ക്ഷീരകർഷകർക്ക് 100 ദിവസത്തെ വേതനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃഷിക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിലും ക്ഷീരകർഷകർക്ക് 100 ദിവസത്തെ വേതനം അവർക്ക് കിട്ടത്തക്ക നിലയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ച് ഗ്രാമപഞ്ചായത്തുകളിലൂടെ നടപ്പാക്കാൻ തയ്യാറാവണം. അങ്ങനെ വരുമ്പോൾ ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഇത് വലിയ സഹായമാണ്. അതുകൊണ്ട് ഈ മാമാങ്കത്തിനും ഈ ധൂർത്തിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പൈസ അത് കൃഷിക്കാർക്ക് പരോക്ഷ ഇൻസെന്റീവായി നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുവാൻ ക്ഷീരവികസന വകുപ്പും ഗവൺമെന്റും തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.